ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണ് എന്നുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. പിന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എഴുതി വെക്കണം കേട്ടോ. നിർബന്ധമായിട്ടും എഴുതണം. നമ്മൾ എഴുതുന്ന കാര്യം ഒരു 99.9% നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത്രത്തോളം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക, അത് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതണം. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് സാധിച്ചതിന് നന്ദി എന്ന് പറയണം. അതുപോലെ ഒരു ടൈം ഇടുക, ഇന്ന ദിവസത്തിനകം ഇന്ന കാര്യം സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ എന്ത് വിഷാണെങ്കിലും ശരി, എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എങ്കിലും അത് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ അത്യാവശ്യപ്പെട്ടൊരു ബുക്ക് വാങ്ങിക്കണം. ബുക്ക് വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റേഷൻസ് എഴുതണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണം. എനിക്ക് ഇന്ന കാര്യങ്ങൾ നൽകിയതിന് നന്ദി. അത് കാണുമ്പോൾ നമുക്കതിനോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുകയും വേണം. എഴുതിയിട്ട് വായിക്കുവാകാം, അല്ലെങ്കിൽ എഴുതുവാകാം, കണ്ണാടി നോക്കി പറയുവാകാം, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും പറയണം കേട്ടോ. പിന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്കൊരു മൂശേട്ട സ്വഭാവം കൊണ്ടായിരിക്കും എഴുന്നേക്കുന്നത്. രാവിലെ ഇടത്തോട്ടൊക്കെ എഴുന്നേക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും, ഭയങ്കര ഒരുമാതിരി ദിവസമായിരിക്കും. പക്ഷേ നമ്മൾ കണ്ണാടിയിലൊന്ന് നോക്കി മുഖം നോക്കിയിട്ട് നമ്മുടെ മുഖത്തിന് നന്ദി പറയുക, നമ്മൾ നല്ലൊരു ദിവസം തന്നതിന് നന്ദി പറയുക. അപ്പം അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തോന്നും. നമ്മൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും, ഇനി ഞാൻ എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കും, ഇനി ഞാൻ എല്ലാവരോടും വളരെ സന്തോഷമായിട്ട് സംസാരിക്കും എന്നൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് പറയുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങളെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാച്ചുറലി സംസാരിക്കാൻ തോന്നുന്ന ആളുകളോട് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുക, അല്ലാത്തവരോട് തോന്നുവാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. ഓക്കെ. പിന്നെ അവിടെ ഒരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പൊക്കെ സ്മൂത്തായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം അവിടെ എഫേർട്ട് ഇടുക. അല്ലാതെ വെറുതെ ഫ്യൂട്ടൈൽ എഫേർട്ട് ഇട്ട് നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന ആളുകളെടുത്ത് നിങ്ങൾ പോയി നല്ല വർത്തമാനം പറയാൻ പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ബുക്ക് വാങ്ങിക്കുന്നതിലും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു മദർലി അഫെക്ഷനോട് കൂടിയായിരിക്കും ഇന്ന് നിങ്ങളുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവരോടും വളരെ വാത്സല്യമായിരിക്കും. അതുപോലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ മുമ്പ് വളരെ അഡിക്റ്റീവായിട്ട് സ്നേഹിച്ചിരുന്ന ആളുകളെ ആയിരിക്കാം, ചില കാര്യം നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളായിരിക്കും, അത് മിസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് മിസ്സിങ്. ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ആ ഒരു ഫീലാണ് ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക, അതൊക്കെയാണ്. അതുപോലെ നിങ്ങളിന്ന് ഹീൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം, നിങ്ങളൊരു ഹീലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, ആരോടെങ്കിലും സംസാരിച്ച് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്കും ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നതാകാം, നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതും ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരോടും ഒരു വല്ലാത്തൊരു അഭിനിവേശം, സ്നേഹം, ഒരു വാത്സല്യത്തോടു കൂടിയുള്ള സ്നേഹമൊക്കെയാണ് എല്ലാവരോടും തോന്നാൻ സാധ്യത. പിന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നെല്ലാം പറയണം എന്ന് മറ്റുള്ളവർക്ക് തോന്നുക, നിങ്ങൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അവർക്കൊരു വഴികാട്ടിയാവുക, അങ്ങനെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ നർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ നല്ല സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളെ തന്നെ പാമ്പർ ചെയ്ത് നിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളെ കരുതാനും നിങ്ങളെ പോഷിപ്പിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് തോന്നുകയും അതേ പരിഗണന നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇന്ന ദിവസം നിങ്ങൾക്കത് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു സ്റ്റെബിലിറ്റി, ഇമോഷണലി സ്റ്റേബിൾ ആവണമെന്ന് നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഈ ദുർബലമായ ചിന്തകളെ മാറ്റി കളയണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് തന്നെ ഇന്ന് വന്നു കിട്ടാൻ സാധ്യതയുണ്ട്.
ദെൻ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആൻഡ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ദിവസമാണ്. പക്ഷേ ഒരു മടി പിടിച്ച ദിവസമാണ്. മടി തോന്നാൻ സാധ്യതയുണ്ട്. പോണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, ചുമ്മാ ഇങ്ങനെ മാണ്ട് കിടക്കുക, എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ മടി വരിക, ജോലിക്ക് പോകാൻ മടി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു മടിയുള്ള ദിവസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ വേണ്ട രീതിയിലുള്ളൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്കത് ചെയ്യണമെന്നും അറിയാം, പക്ഷേ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇന്ന് കുറച്ച് ലക്ഷറിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് എന്താണ് ചില കാര്യങ്ങൾ വളരെ ലക്ഷറീസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് അടിച്ചു പൊളിച്ചേക്കാം എന്ന് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. കുറച്ച് പർച്ചേസിങ്ങിലൊക്കെ പോകാനും അവിടെ പണം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്, അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ദെൻ 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് ഒരുതരം നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ഭയം തോന്നുന്നു എന്നാണ്. ഈ അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഈ കാർഡ് വന്നപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഭയം തോന്നും, അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എന്നൊരു ഭയം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, പക്ഷെ അത് ഓർത്ത് ഇങ്ങനെ ഭയപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ബൗണ്ടറി ഉണ്ടാക്കുന്നു. ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ചില ആളുകളോട് ഞാൻ ഇനിമേൽ ഇങ്ങനെ മാത്രമേ നിൽക്കുകയുള്ളൂ, അപ്പം ഞാൻ ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടോളാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ചിലപ്പോഴേ ഈ 9 ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് 10 ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഉദ്യമം നമ്മൾ പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിച്ച് പോകുന്നൊരു കാർഡാണ് 10 ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള കാർഡാണ് ഈ 9 ഓഫ് ഫണ്ട്. അപ്പോൾ ഏറ്റവും മോശം സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന അവസ്ഥയാണ്. അയ്യോ ഇനി എങ്ങനെ സംഭവിക്കുമോ, എങ്ങനെ സംഭവിക്കുമോ എന്ന് പേടിച്ചിരിക്കുക. അതായത് മൊത്തത്തിലൊരു പേടി തോന്നുന്നൊരു ദിവസം പോലെയാണ് തോന്നുന്നത്. നിങ്ങളങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കുവാണെങ്കിൽ കൂടിപ്പോയി എന്ത് പറ്റും, ചത്തുപോയിരിക്കും, അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ എക്സ്ട്രീം എൻഡിൽ എന്തിനാണോ നിങ്ങൾ പേടിക്കുന്നത് അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ പോയി നിന്നിട്ട് ആലോചിക്കുക, കൂടിപ്പോയാൽ ഇത്രയല്ലേ സംഭവിക്കുള്ളൂ, അപ്പോൾ അത് പറ്റാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാലോചിച്ചിട്ട് അതിനുള്ള പരിഹാരം ചെയ്തിരുന്നാൽ മതി. പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ജസ്റ്റിസ് ആണ്. ഇതെന്തൊക്കെയോ കോടതി കേസ് വിധികൾ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളെ പേടിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു നീതി നടപ്പിലാവാൻ സാധ്യതയുണ്ട്. നിങ്ങളായിട്ട് ആർക്കെങ്കിലും നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനും, അതല്ല നിങ്ങൾക്കാണ് നീതി കിട്ടേണ്ടതെങ്കിൽ അത് സംഭവിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ചില കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് വ്യക്തത കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഒരു ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബാലൻസിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കും എന്നാണ് കാണുന്നത്. ഒരു നീതി നടപ്പിലാവുന്നു എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ കിങ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഒരു കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് അരിശം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഇമോഷണലി നമ്മൾ അവിടെ ഒന്നും പോയി പ്രതികരിക്കേണ്ട ആവശ്യം ഇല്ല. അവിടെയൊക്കെ തലച്ചോറ് വെച്ച് ഉപയോഗിക്കുക. നമ്മൾ ചില ആളുകൾ ആർഗ്യുമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കയറി ഇടപെടും. നമ്മളപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അവിടെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ, ഇല്ല. ഇനി ഞാനത് പറയുന്നതുകൊണ്ട് എനിക്കും പ്രയോജനമല്ല അവർക്കും പ്രയോജനമല്ല, ഒരു വഴക്ക് മാത്രം ഉണ്ടാവുകയുള്ളെങ്കിൽ തലച്ചോറ് ഉപയോഗിക്കുക, ഞാൻ അവിടെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഇമോഷണലി ഒരു കാര്യത്തിനെ നോക്കി കാണേണ്ട ആവശ്യം ഇല്ല, പ്രത്യേകിച്ച് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ. അപ്പോൾ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പക്ഷം മാത്രം നോക്കുക, രണ്ട് വശവും നോക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ നിങ്ങളെ സുരക്ഷിതമായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇമോഷണലി അല്ല, തലച്ചോറ് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ പക്ഷം ചേർന്ന് സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഓക്കെ.
പിന്നെ ഇന്ന് കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കും നിങ്ങൾ. ആദ്യം നമ്മൾ പറഞ്ഞു കുറച്ച് മടിയൊക്കെ പിടിച്ചിട്ട് മാണ്ട് കിടക്കുവാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ സത്യസന്ധമായിട്ടായിരിക്കും ജോലി ചെയ്യുന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ജോലിയൊക്കെ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇന്ന് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകും. എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഫുൾ കാർഡാണ്. ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങളൊരു കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് വെറുതെ ചിലപ്പോൾ ഒന്നൊരു റൗണ്ട് അടിക്കാൻ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു തീർത്ഥാടനത്തിന് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വെറുതെ ചിലപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനസികമായിട്ട് സമ്മർദ്ദമാണ്, മാനസികമായിട്ട് സുഖമില്ലാത്തത് കൊണ്ട് അതൊക്കെ ഒന്ന് ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു യാത്രയുടെ കാർഡാണ്. എന്തായാലും ഒരു യാത്ര കാണുന്നുണ്ട്. അവിടെ കൂടുതലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ യാത്ര പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകുന്നതാവാനും സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു പുതിയ തുടക്കം എന്നാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നു, ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നു, എന്നിട്ട് പുതിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ ഇപ്പം പർച്ചേസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോർമലി വാങ്ങിക്കുന്ന ഡ്രസ്സ് ഇപ്പം ജെൻസ് ആണെങ്കിൽ ഷർട്ടും മുണ്ടുമാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഷർട്ടും മുണ്ടും മാറ്റിയിട്ട് ഷർട്ടും പാൻസും മേടിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ മുണ്ടെടുക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് ഇന്ന് നിങ്ങൾ ട്രൗസേഴ്സ് ഇടുന്നതായിരിക്കും, 3/4 ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു പാറ്റേൺ ഓഫ് ലിവിങ് ചിലപ്പോൾ മാറ്റുന്നതായിരിക്കും. ഇപ്പോൾ ലേഡീസ് ചുരിദാർ ഇട്ട് നടക്കുന്നവർ ചുരിദാർ മാറ്റി ജീൻസ് ആക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ജീൻസ് ഇടുന്നവർ സ്കേർട്ട് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ട്രെൻഡ്, പുതിയ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈൽ മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുടി വെട്ടുന്നുണ്ടായിരിക്കും, മുടി മുറിക്കുക. നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ കുറച്ച് പാച്ചോണീസൊക്കെ ചെയ്യുക. ഡ്രസ്സിങ് സെൻസ് മാറ്റുക, നിങ്ങളുടെ ഹാൻഡ് ബാഗ് മാറ്റുക, നിങ്ങളുടെ മോഡ് ഓഫ് ഡ്രൈവിങ് മാറ്റുക, വാക്കിംഗ് സ്റ്റൈല് മാറ്റുക. അങ്ങനെ എന്തെങ്കിലും പഴയതുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയ രീതിയിലേക്ക് മോഡിഫൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് അതിനെ ഒന്ന് പഴയതിൽ നിന്ന് ഔട്ട്ലുക്ക് മാറ്റി പുതിയതാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കും എന്നാണ് കേട്ടോ. വളരെ ഇന്നസെൻസോട് കൂടി ഒരു നിഷ്കളങ്കമായിട്ട് നിങ്ങൾ പുതിയൊരു യാത്ര തുടങ്ങുന്നു എന്നാണ്. ദെൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വരും എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് ഇന്ന് വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എന്നതിനേക്കാൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായ പണം നിങ്ങളിലേക്ക് വന്നു കിട്ടുമെന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം ധാരാളമായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. ഇന്ന് അബണ്ടൻ്റ് ആയിട്ടിരിക്കും, ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധി ഇന്ന് നിങ്ങളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പണമൊക്കെ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഒരു മുൻകൈ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ബിസിനസ്സിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് പണം വന്ന് തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾ പ്രോസ്പെരിറ്റിയിലേക്ക് മൂവ് ചെയ്യുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാനായിട്ട് പറ്റും. ദെൻ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രികളിലെ നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ടായിരിക്കും. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇന്നലത്തെ ചില കാര്യങ്ങൾ റീതിങ്ക് ചെയ്തിട്ട് വല്ലാത്തൊരു കടുത്ത നിരാശയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഡിസപ്പോയിൻമെൻറ്റ് തോന്നുക, മടുപ്പ് തോന്നുക, ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ തോന്നുക. ഏതൊരു സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നുക, ഇതെല്ലാം ഉപേക്ഷിച്ചാലോ നിർത്തിയാലോ എന്നൊക്കെ തോന്നുക. ഇതൊക്കെയാണ് ഈ 8 ഓഫ് കപ്പ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്തോറും നിങ്ങൾക്കൊരു ഫ്രൂട്ട് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. ഈ കപ്പ് എനർജി ആയതുകൊണ്ടാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്താണെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വല്ലാത്ത വിരക്തി തോന്നും, ഒരു എന്താ പറയുന്നത്, നിർവികാരത തോന്നും. അപ്പോൾ നിങ്ങൾ അതിനെ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നൊക്കെയാണ് ആ ഒരു ഫീൽ ചിലപ്പോൾ ഇന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതായത് ചില കാര്യങ്ങളെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ദെൻ 5 ഓഫ് സ്വോർഡ്സ് ആണ്. ഇതൊരു തരം ഒരു സ്വാർത്ഥതയുടെ കാർഡാണ്. അതായത് വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുക, അവരുടെ ആശയങ്ങളോട് നമുക്ക്
എന്താണ് എഗ്രിമെൻറ്റ് തോന്നാതിരിക്കുക, ഡിസഗ്രിമെൻറ്റ് തോന്നുക. പിന്നെ അവരെ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി പറയുക, പിന്നെ അവരതിനെ ഡിഫെൻഡ് ചെയ്യുക, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അതായത് അവരെ ഇമോഷണലി തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വായി തോന്നുന്നതെല്ലാം പറയുക. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുക, എന്ത് വില കൊടുത്തും അവരെ ഇമോഷണലി തകർക്കുക എന്നുള്ളൊരു ചിന്ത കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. വിന്നിങ് അറ്റ് എനി കോസ്റ്റ് ആണ്. അപ്പോൾ എന്ത് വില കൊടുത്തും നേടുക, എനിക്ക് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ബുള്ളി ചെയ്യുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കൂട്ടുകൂടിയിരുന്ന് കൊതിയെന്ന് പറയുക, ഇതൊക്കെയാണ് ബുള്ളി ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ മോഷണം കേട്ടോ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷണം പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും കവർന്നെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേത് മറ്റുള്ളവർ കവർന്നെടുക്കുന്നതാകാനും സാധ്യതയുണ്ട്. കള്ളം പറയുക എന്നൊരർത്ഥമുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുക, അതൊക്കെ ഉണ്ട്. പിന്നെ ചില മോശം കൂട്ടുകെട്ടുകളിൽ പോയി പെടുക, അതായത് അവർ നമ്മളെ ചതിക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി പെടുന്ന ഒരവസ്ഥയുണ്ട്. അവർ മോശക്കാരാണെന്നും ആ റിലേഷൻഷിപ്പ് അത്ര നല്ലല്ലെന്നും അറിയാമെങ്കിലും അവിടെ പോയി നിൽക്കുന്നുള്ളതാണ്. നെക്സ്റ്റ് ഗൈഡൻസിൻ്റെ കാർഡാണ്. ഇന്നൊരു ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മറ്റൊരാളിൽ നിന്ന് ഗൈഡൻസ് എടുക്കുക എന്നാണ്. ഇത് 2 പേര് ചേർന്നിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾക്ക് അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൂന്നാമതൊരാളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഗൈഡൻസ് എടുക്കുകയും ചെയ്യുന്ന കാർഡാണ്. അപ്പോൾ അവിടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പോകുന്നതാവാം, നിങ്ങൾ മേലധ്യക്ഷന്മാരുമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ടോ അങ്ങനെ ആരെങ്കിലുമായിട്ട് നിങ്ങളിന്ന് കൂടിക്കാഴ്ച നടത്തുകയോ അവരിൽ നിന്നൊരു അഭിപ്രായം തേടുകയൊക്കെ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻസ് നടത്തുമല്ലേ, മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യത്തില്ലേ, അങ്ങനെ റെക്കമെൻഡേഷൻസ് നടത്താൻ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും അസുഖമായിട്ട് ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആളുകൾ വേറെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ മാറിയിട്ട് വേറെ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യും. അങ്ങനെയുള്ള കൂടിയാലോചനകൾ, ഡിസ്കഷൻസ് ഒക്കെ നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കെട്ടിടം പണിയുകയോ പുതിയ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന നല്ല എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനൊക്കെയാണ് കേട്ടോ. അതുപോലെ ടീമായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇന്ന് കുറച്ച് നല്ലൊരു ദിവസമായിരിക്കും, നിങ്ങളെല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ടീം വർക്കിൻ്റെയും കൊളാബറേഷൻ്റെയൊക്കെ കാർഡാണിത്. അതുപോലെ പണം, ഒത്തിരി പണമല്ല എന്നാലും പണം വന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡുണ്ട്, ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ കോടതി കേസ് അങ്ങനെയുള്ള എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പം നിങ്ങൾ എന്താകും എന്നുള്ളൊരു പേടിയിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ വല്ലാത്ത ഭയം നിങ്ങളെ ഇന്ന് ഭരിക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതിനെക്കുറിച്ച് അതെന്താകും എന്നുള്ള ഒരു വല്ലാത്തൊരു ഭയം മറ്റെല്ലാ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ഓവർസീ ചെയ്യാൻ അല്ലെങ്കിൽ ഓവർഹെഡ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതിനെ ഓവർടേക്ക് ചെയ്യുക. നമ്മൾ ആ ചിന്തകളെല്ലാം സബ്ഡ്യൂ ചെയ്തിട്ട് ഇത് മുമ്പിൽ നിൽക്കും. അതായത് മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ കോടതി കേസുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോടാണ് കേട്ടോ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്തൊരു ഭയം ഇന്നേ ദിവസം തോന്നാൻ സാധ്യത ഉണ്ടെന്നാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ നിങ്ങളെ ഇന്ന് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ വല്ല ഇൻസ്പെക്ഷനൊക്കെ വരാനോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വന്നിങ്ങനെ ആളൊന്ന് നോക്കുക, ഇങ്ങനെ വന്ന് ഇപ്പം നിങ്ങളെ നല്ല ഡ്രസ്സൊക്കെ നിങ്ങൾ നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത് വന്നിട്ട് ഇത് എത്രയാണ്, ഇതെങ്ങനെ, ഇത് കൊള്ളാലോ എന്ന് പറയുന്നതായിരിക്കാം. നിങ്ങൾ പറയുന്ന വാക്കും നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ സംസാരമൊക്കെ അളക്കുന്നതായിരിക്കാം. നിങ്ങളെ മൊത്തത്തിൽ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലായിട്ട് കാണുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു എനർജി മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. എന്താണ് ഗൈഡൻസ്, ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നോയാണ്. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു 2 ക്വസ്റ്റ്യനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ഉത്തരം നോയാണ് വന്നിട്ടുള്ളത്. ദെൻ ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു തൃപ്തി ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാനിങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കിത് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിനോട് സിങ്ക്രോണിസിറ്റീസ് ആസ്ക് ചെയ്യാം. ദെൻ ഇഫ് യു ബിലീവ്, നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നുവെങ്കിൽ അത് നടക്കുമെന്നാണ്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ജേർണൽ എഴുതാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിന്ന് റിക്കവറി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗ് ഏഞ്ചൽസിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നെ ഹീൽ ചെയ്തതിന് നന്ദി, എൻ്റെ ശരീരം ആരോഗ്യം തിരിച്ചു തന്നതിന് നന്ദി, എനിക്ക് നല്ല ആരോഗ്യവാനായിട്ടിരിക്കാൻ പറ്റുന്നതിന് നന്ദി എന്ന് നിങ്ങളുടെ ഹീലിംഗ് ഏഞ്ചൽസിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ്
എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫ്രീ യുവർ സെൽഫാണ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക, മറ്റുള്ളവരിൽ ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഫ്രീ അപ്പ് ചെയ്ത് വിടുക. മറ്റുള്ളവർ പറയുന്ന ഹേർട്ടിംഗ് ആയിട്ടുള്ള വാക്കുകളും ഒന്നും കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെ കെട്ടിയിട്ടേണ്ട ആവശ്യം ഇല്ല. ദെൻ മേക്ക് ദ എഫേർട്ട്. നിങ്ങളൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളെങ്കിൽ നിങ്ങൾ ആ എഫേർട്ട് ഇട്ടേ പറ്റൂ. നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ എഫേർട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നൊരു ആക്ഷൻ എടുക്കേണ്ട ദിവസമാണെന്നാണ് പറയുന്നത്. ദെൻ ഫോർഗിവിങ് ആൻഡ് ലേണിങ്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെ ഫോർഗീവ് ചെയ്യുക, അവരെ ഫോർഗെറ്റ് ചെയ്യുക. അവർ ചെയ്ത തെറ്റിനെല്ലാം അവരോട് ക്ഷമ പറഞ്ഞേക്കുക, അവരോട് ക്ഷമിച്ചേക്കുക. എന്നിട്ട് അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് പാഠം ലേൺ ചെയ്യുക. എന്നിട്ട് മൂവ് ചെയ്യുക. നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. പിന്നെ ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എത്ര പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും ആ ദിവസം വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്.